ഗുഡ് ഈവനിങ് ഓൾ. അങ്ങനെ നല്ല രീതിയിൽ ശനിയാഴ്ച ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് റിലാക്സ് മൂഡിൽ അല്ലെങ്കിൽ റെസ്റ്റ് മൂഡിൽ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം പറയാൻ ചില്ലറ കാര്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികൾ ഫേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നിരിക്കുന്നുണ്ടാവുക. ഓക്കെ, നാളത്തെ ഒരു സൺഡേ എന്ന് പറയുന്ന ആ പ്രഭാതം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം ഫ്രഷ് ആയിട്ടുള്ള എനർജി തന്നെയാണ്. കാരണം ആഴ്ചയിൽ 6 ദിവസവും ജോലി ചെയ്തിട്ട് ആ ഒരു ദിവസം സമാധാന ദിവസമാണ്. ഓക്കെ, ശനിയാഴ്ച നമ്മൾ ജോലിക്ക് ചേരുമ്പോഴൊരു മെൻ്റൽ റിലീഫ് ഉണ്ട്. അത് വേറൊരു ദിവസവും നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. ഓക്കെ, ചിലവർ വീക്കെൻഡുകൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, മെജോറിറ്റി ആൾക്കാരും ഞായറാഴ്ച തന്നെയാണ് അവരുടെ ഒരു ഹോളിഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം നമ്മൾ കേൾക്കുന്ന മിക്കവാറും പേര് ക്ഷീണിതരാണ്, അവരുടെ കാര്യങ്ങൾ ക്ഷീണിതരായിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾ വെറും ക്ഷീണിതരല്ല. ആ വെല്ലുവിളി അതിജീവിച്ച് നല്ല രീതിയിൽ അതിനൊക്കെ തട്ടി മാറ്റി മുന്നോട്ട് കുതിക്കാൻ പൗരാളികളാണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൻ്റെ എൻഡിങ് വരെ എത്തി നിൽക്കുന്നുവെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല. ദൈവം നിങ്ങൾക്ക് വീണ്ടും അവസരം തന്നിരിക്കുകയാണ്. ഓക്കെ, ദൈവം നിങ്ങൾക്ക് മണിക്കൂറുകൾ നീക്കി തന്നിരിക്കുകയാണ്. അത്രയും സമയം നീക്കി തന്നിരിക്കുകയാണ്. അത് ചെറിയ കാര്യമാണോ എന്നോട് ചിന്തിക്കാം. എത്ര പേര് മരിച്ചു പോയിട്ടുണ്ടാവും? അതിൽ നിന്നും മരിക്കാതിരിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാരല്ലേ? ഓക്കെ, എത്ര ക്ഷീണമുണ്ടെങ്കിലും ഫാമിലിയോടൊക്കെ കൃത്യമായിട്ട് ജോലി നടന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവ തെറ്റുകൾ, കിട്ടിയ പരീക്ഷണങ്ങളൊക്കെ തുറന്നു പറയാൻ ശ്രമിക്കാം. എനിക്കറിയാം നിങ്ങൾ കാണുന്നത് ഭൂരിഭാഗം പേരും മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവർ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബെസ്റ്റ് ഫ്രണ്ടെങ്കിലും ഉള്ളവരായിരിക്കാം. നിങ്ങൾക്ക് ആരോടാണ് തുറന്നു പറയാൻ ആഗ്രഹമുള്ളത് അവരോടൊക്കെ തുറന്നു പറയാം. ഓക്കെ, കൃത്യമായിട്ട് മനസ്സ് റിലാക്സ് ആക്കിയിട്ട് അവരോടൊപ്പം നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ജീവിതം മനോഹരമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇതുപോലുള്ള ഓരോ ഈവനിങ്ങിനായിട്ടും നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ജീവിതം നേടിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ് ആൻഡ് താങ്ക് യു.